ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ലോസസും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനും പറ്റിയിട്ടുള്ള ടോപ്പിക്കുകൾ കവർ ചെയ്യാനാണ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് എന്താണെന്നുള്ളത്, ഇലക്ട്രോമാഗ്നറ്റ് എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിലൂടെ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കോയിലിലൂടെ കറണ്ട് കടത്തിവിടുന്ന സമയത്ത് ആ കോയിലൊരു കാന്തമായിട്ട് ആക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റായിട്ട് വരും. അപ്പോൾ അതിന് ഫ്ലക്സ് ഉണ്ടാവും, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്ത്, അങ്ങനെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിന് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, അതായത് നമ്മൾ വൈദ്യുതി കൊടുത്തിട്ടാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വൈദ്യുതി കൊടുത്ത് ഉണ്ടാക്കുന്ന സമയത്ത് എത്രത്തോളം നഷ്ടങ്ങളാണ് അല്ലെങ്കിൽ ലോസുകളാണ്, കറണ്ട് എത്രത്തോളം ചിലവാകുന്നത്, നഷ്ടമായിട്ട് ചിലവാകുന്നത് എന്നുള്ളതിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ലോസസിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ലോസാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഹിസ്റ്ററിസിൻ്റെ ലൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയും മാഗ്നറ്റൈസിങ് ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞുകൊണ്ടുള്ള ഹിസ്റ്ററിസിസ് ലൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഹിസ്റ്ററിസിസ് ലോസ് വരുന്നത്. അതേപോലെ തന്നെ എഡി കറണ്ട് ലോസ്. ഈ രണ്ട് ലോസുകളാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ലോസുകളായിട്ട് വരുന്നത്. എങ്ങനെയാണ് ഹിസ്റ്ററിസിസ് ലോസ് ഒരു ഡിവൈസിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിൽ വരുന്നത് എന്നുള്ളത് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ മാഗ്നറ്റൈസ് ചെയ്യും. അതായത് കറണ്ട് കൂട്ടിയിട്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൂട്ടും, പിന്നെ അതിന് കറണ്ട് കുറച്ചിട്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കുറയ്ക്കും. അങ്ങനെ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്യുകയും ഡീമാഗ്നറ്റൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സോളിനോയിഡിനെ. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു BH കർവ് അല്ലെങ്കിൽ ഹിസ്റ്ററിസിസ് ലൂപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഹിസ്റ്ററിസിസ് കർവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഈ സോഫ്റ്റ് അയൺ കോർ, അതായത് പച്ചിരുമ്പ്, ഈ കോയിലിനുള്ളിലെ പച്ചിരുമ്പ് എന്ത് ചെയ്യും, മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും, പിന്നെയും ഡീമാഗ്നറ്റൈസ് ചെയ്യും, അതായത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കുറയും. അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹിസ്റ്ററിസിസ് എന്താണ്, ആ മെറ്റീരിയലിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. മെറ്റീരിയലിൻ്റെ ഒരു പ്രോപ്പർട്ടി കാരണം, ഒരു സ്വഭാവം കാരണം ആ മെറ്റീരിയൽ ചൂടാവാനൊക്കെ ആയിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വൈദ്യുതി ഇത് ചൂടാക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ മാഗ്നറ്റൈസ് ചെയ്യുമ്പോഴും ഡീമാഗ്നറ്റൈസ് ചെയ്യുമ്പോഴും ഇത് ചൂടാക്കുന്നതിനും തണുപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു വൈദ്യുതി ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമുക്ക് വൈദ്യുതി നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. സാധാരണ മാഗ്നറ്റായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ട വൈദ്യുതി ഈ കോറ് അല്ലെങ്കിൽ ഈ പച്ചിരുമ്പ് സോഫ്റ്റ് അയൺ കോറ് ചൂടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കും. അപ്പോൾ താപത്തിൻ്റെ ഫോർമാറ്റിലാണ് എന്ത് ചെയ്യുക, നമ്മളെ വൈദ്യുതി നഷ്ടപ്പെട്ടു പോവുക. അപ്പോൾ ഒരിക്കലും ഒരു സർക്യൂട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡിവൈസിൽ നിന്ന് ഈ ഒരു ഹിസ്റ്ററിസിസ് ലോസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഒഴിവാക്കണമെന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റില്ല, മുഴുവനായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന ഉപകരണം, ഇപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ സവിശേഷതയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ കോറായിട്ട് സോഫ്റ്റ് അയൺ ആണ് ഉപയോഗിക്കുന്നത്, പച്ചിരുമ്പാണ് ഉപയോഗിക്കുന്നതെങ്കിലും, അതേപോലെ തന്നെ സ്റ്റീൽ കോറാണ് ഉപയോഗിക്കുന്നതെങ്കിലും, രണ്ടും രണ്ട് സബ്സ്റ്റൻസ് ആണ്, രണ്ട് സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ്? സോഫ്റ്റ് അയണും, അതുപോലെ തന്നെ സോഫ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ സാധാ പച്ചിരുമ്പ്, പിന്നെ സ്റ്റീൽ റോഡ് എന്ന് പറഞ്ഞാൽ സാധാ സ്റ്റീലിൻ്റെ ഒരു ഒരു കഷ്ണമാണെങ്കിൽ ഇതിൽ രണ്ടിലും നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് പച്ചിരുമ്പിലാണ് കൂടുതലായിട്ട് ഈ ഹീറ്റ് പോലുള്ള അല്ലെങ്കിൽ ഹിസ്റ്ററിസിസ് ലോസ് കൂടുതലായിട്ട് വരാനുള്ളത്. കാരണം എന്താ വെച്ചാൽ പച്ചിരുമ്പ് എന്ന് പറഞ്ഞത് ഫ്ലക്സ് കടത്തി വിടാൻ കുറച്ച് റിലക്റ്റൻസ് കൊടുക്കുന്ന ആളാണ്. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് കടന്നു പോകാൻ കുറച്ച് ബ്ലോക്ക് ചെയ്യുന്ന ആളാണ് പച്ചിരുമ്പ്. പക്ഷേ സ്റ്റീൽ പീസ് അങ്ങനെയല്ല. സ്റ്റീൽ പീസിന് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി ഈസി ആയിട്ട് ഫ്ലക്സ് കടന്നു പോകും. അപ്പോൾ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്യുമ്പോഴും ഡീമാഗ്നറ്റൈസ് ചെയ്യുമ്പോഴും അധികം ബുദ്ധിമുട്ട് അതിൽ വരുന്നില്ല. അങ്ങനെ ആകുമ്പോൾ ഹിസ്റ്ററിസിസ് ലോസ് കുറയും. അപ്പോൾ ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മാഗ്നറ്റൈസ് ചെയ്യുമ്പോഴും ഡീമാഗ്നറ്റൈസ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യാണ്, ആ അയൺ കോറിൽ ഹീറ്റിൻ്റെ രൂപത്തിൽ, താപത്തിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്യാണ്, വൈദ്യുതി നഷ്ടപ്പെട്ടു പോകുന്നതിനെയാണ് ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറയുന്നത്. ഇനി എഡി കറണ്ട് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇതേ കോറ് നമ്മളൊരു സോളിഡ് കോറാണ്, ഒരു നല്ല സോളിഡ് ആയിട്ടുള്ള കഷ്ണമായിട്ടുള്ള ഒരു കോറാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ കോറിനകത്ത് ചിലപ്പം ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അതായത് എന്താണ്, അപദ്രവ്യങ്ങൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ശുദ്ധമായിട്ടുള്ള കോറല്ലെങ്കിൽ അതിനകത്ത് അപദ്രവ്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും,
ആ ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ അപദ്രവ്യങ്ങളിലൂടെ ലീക്കേജ് കറണ്ടുകൾ ഒഴുകാൻ തുടങ്ങും. അപ്പോൾ ലീക്കേജ് കറണ്ടുകൾ ഒഴുകുക എന്ന് പറയുമ്പോൾ അവരൊരു ക്ലോസ്ഡ് സർക്യൂട്ടിലാണ് ഒഴുകുക. കറണ്ട് ഒഴുകണം എന്നുണ്ടെങ്കിൽ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ ആ കറണ്ട് ഒഴുകുക എന്നുണ്ടെങ്കിൽ അവിടെ മാത്രമേ എന്ത് ചെയ്യും, ഒരു ചെറിയ താപം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവുന്ന ഈ കോറിനകത്ത് ഇമ്പ്യൂരിറ്റീസ് നിൽക്കുന്ന കുറേ ഭാഗത്തൊക്കെ ഇതേപോലെ എന്ത് ചെയ്യും, കറണ്ടുകൾ ഒഴുകാൻ തുടങ്ങും. ഈ ഒഴുകുന്ന കറണ്ടിനെ നമ്മൾ വിളിക്കുന്നത് എഡ്ഡി കറണ്ട് എന്നാണ്. അതായത് ആ മെറ്റീരിയലിൻ്റെ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കോർ മെറ്റീരിയലിൻ്റെ സവിശേഷത അനുസരിച്ചിട്ടാണ് ഈ എഡ്ഡി കറണ്ട് ഉണ്ടാകുന്നത്. അതിനുള്ളിലുള്ള അപദ്രവ്യങ്ങളുടെ അളവ് അനുസരിച്ചിട്ടാണ് വരിക. അപ്പോൾ ഈ എഡ്ഡി കറണ്ട് ലോസുകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് വെച്ചാൽ, എഡ്ഡി കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ്, സാധാരണ ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് പോകുമ്പോൾ ഹീറ്റ് ഫോം ചെയ്യും. അതുപോലെ തന്നെ എഡ്ഡി കറണ്ട് കോറിലൂടെ പല ഭാഗത്തു കൂടെ ഒഴുകുന്ന സമയത്ത് ആ കോറിലൊക്കെ ഹീറ്റ് ഫോം ചെയ്യും. അങ്ങനെ ഫോം ചെയ്യുന്ന സ്ഥലങ്ങളെ നമ്മൾ വിളിക്കുന്ന ഹോട്ട് സ്പോട്ട് എന്നാണ്. അപ്പോൾ അങ്ങനെ ഹോട്ട് സ്പോട്ടുകൾ ഫോം ചെയ്ത് ഹീറ്റ് രൂപേണ, താപരൂപേണ എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കുന്ന വൈദ്യുത ഊർജം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് എഡ്ഡി കറണ്ട് ലോസ് ഉണ്ടാകുന്നത്. എഡ്ഡി കറണ്ട് ലോസ് കണക്കാക്കാനുള്ള ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ തന്നിട്ടുള്ളത്. WE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്ഡി കറണ്ട് ലോസ് എത്ര പവറാണ് ലോസ് ആവുന്നത് എന്നുള്ള Bmax² F² × T². അതായത് F എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണ് ഫ്രീക്വൻസി ഉള്ളത്, AC ഉപയോഗിക്കുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ Bmax എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന കോറിന് എത്രത്തോളം മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ വരാൻ പറ്റും എന്നുള്ളതിൻ്റെ അളവും കൂടിയാണ് അത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് എന്ത് ചെയ്യുന്നത്, എഡ്ഡി കറണ്ട് ലോസ് കണ്ടുപിടിക്കാനായിട്ട് പറയുന്നത്. പിന്നെ ഹിസ്റ്ററിസിസ് ലോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഹിസ്റ്ററിസിസ് ലൂപ്പ് ഉണ്ട്, S-ഷേപ്പ്ഡ് കർവായിട്ട് വരുന്ന ലൂപ്പ്. ഈ ലൂപ്പിൻ്റെ സൈസ് ചെറുതാവുന്നതിനനുസരിച്ച് നമുക്ക് ഹിസ്റ്ററിസിസ് ലോസ് കുറയ്ക്കാൻ പറ്റും. അതായത് വലിയ സൈസുള്ള BH കർവ് അല്ലെങ്കിൽ ഹിസ്റ്ററിസിസ് ലൂപ്പാണെന്നുണ്ടെങ്കിൽ, വലിയ സൈസുള്ള ഹിസ്റ്ററിസിസ് ലൂപ്പാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററിസിസ് ലോസ് വളരെ കൂടുതലായിരിക്കും. ചെറിയ സൈസാണെങ്കിൽ ഹിസ്റ്ററിസിസ് ലോസ് കുറവായിരിക്കും. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള ടോപ്പിക്കാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു കോയിലിലൂടെ കറണ്ട് കടത്തിവിട്ടാൽ കോയിൽ കാന്തമായിട്ട് മാറുന്നതാണ്. ഇനി ഇത് പറയുന്നത് നേരെ തിരിച്ചാണ്. എന്താണ്, ഒരു കോയിലിലൂടെ മാഗ്നറ്റിക് ശക്തി അല്ലെങ്കിൽ കാന്തിക മണ്ഡലം ചലിപ്പിക്കുകയാണെങ്കിൽ, ഒരു കോയിലിന് ചുറ്റും നമ്മൾ വേറൊരു കാന്തിക മണ്ഡലം ചലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കോയിലിൽ ഒരു കറണ്ട് രൂപപ്പെടും, അല്ലെങ്കിൽ ഒരു EMF, ഒരു വോൾട്ടേജ് രൂപപ്പെടുമെന്നാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോയോ ആണ് ഫാരഡേ ഇതിന് വേണ്ടി നമുക്ക് തരുന്നത്. അതായത് ഫാരഡേ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. ഒരു കോയിലിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡിൽ, കാന്തിക മണ്ഡലത്തിൽ ചലനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ഫാരഡേയാണ്. അപ്പോൾ 2 നിയമങ്ങളാണ് ഫാരഡേ ഇതിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ നിയമം എന്ന് പറഞ്ഞാൽ, ഒരു മാഗ്നറ്റിക് ഫ്ലക്സ്, സാധാരണ ഒരു മാഗ്നറ്റിക് മീൻസ് ഒരു കാന്തത്തിൻ്റെ ഫ്ലക്സ് ഒരു കോയിലിലൂടെ കടന്നു പോകുന്നതിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ, ആ ഫ്ലക്സ് മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലക്സിന് മാറ്റങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കോയിലിൽ എന്ത് ചെയ്യും, ഒരു EMF ഇൻഡ്യൂസ് ആവും. അതിൻ്റെ അളവിനെ പറ്റിയിട്ടാണ് രണ്ടാമത്തെ ലോ പറയുന്നത്. ഈ ഇൻഡ്യൂസ് ആവുന്ന EMF എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്, ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഫ്ലക്സ് ഈ ഒരു കോയിലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, അങ്ങനെയുള്ള ആ ഫ്ലക്സ് ലിങ്കേജിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. റേറ്റ് ഓഫ് ചേഞ്ചിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തിനനുസരിച്ച് എത്ര ഫ്ലക്സ് ലിങ്കേജ് മാറുന്നു എന്നുള്ളത് തന്നെയാണ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ സാധാരണ പോലെ തന്നെ ഇവിടെ ഒരു റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ കാന്തത്തിന് ഈ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് വെച്ചിട്ട് കറക്കുകയാണ്. അപ്പോൾ കറക്കുന്ന സമയത്ത് ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോയിലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഫ്ലക്സ് ലൈൻസിന് മാറ്റം വരും. ആ മാറ്റം വരുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഗാൽവാനോമീറ്ററിൽ 0-ൽ നിന്ന് ഒരു ചെറിയ അനക്കം കാണിക്കുന്നു. എന്താണ്, അതിലൂടെ ഒരു കറണ്ട് ഒഴുകുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ പറയുന്ന ഒരു ലോയാണ് ലെൻസസ് ലോ.
ലെൻസസ് ലോ പറയുന്നത് ഇത്ര മാത്രമാണ്. നമ്മൾ പറഞ്ഞു ഒരു കാന്തിക മണ്ഡലത്തിൽ വരുന്ന മാറ്റത്തിൻ്റെ ഉള്ളിലൊരു കോയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആ കോയിലിനകത്ത് EMF ഇൻഡ്യൂസ് ആവും, അല്ലെങ്കിൽ കറണ്ട്, അതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് ഒഴുകുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഒഴുകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അത് പറഞ്ഞു തരുന്ന നിയമമാണ് ലെൻസസ് ലോ. ലെൻസസ് ലോ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഒഴുകുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏത് ദിശയിലായിരിക്കും, എങ്ങനെയാണോ ഫ്ലക്സ് കട്ടിങ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഫ്ലക്സ് ലിങ്കേജ്, കോയിലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഫ്ലക്സ് ലിങ്കേജ് എങ്ങനെയാണോ മാറ്റം വരുന്നത്, ആ മാറ്റത്തെ എതിർക്കുന്ന രീതിയിൽ വേറൊരു ഫ്ലക്സിനെ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ദിശയിലായിരിക്കും ആര് ഒഴുകുക, ഈ കോയിലിലൂടെ വൈദ്യുതി ഒഴുകുന്നത്. ഇപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ ചിത്രം നോക്കാം. ഒന്നാമത്തെ ചിത്രം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ നോർത്ത് പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അകത്തേക്ക് തള്ളുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അകത്തേക്ക് തള്ളുന്ന സമയത്ത് വൈദ്യുതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, താഴേക്കായിട്ട് കാണിച്ചിട്ടുണ്ട്. താഴേക്കായിട്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ താഴേക്ക് വരുന്ന കറണ്ട് ഉണ്ടായാൽ മാത്രമാണ് ബി ഇൻഡ്യൂസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം. അതായത് എന്താണ്, ഈ കറണ്ട് ഒഴുകുന്നത് കൊണ്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്, അതിൻ്റെ ഡയറക്ഷനാണ് അത്. നമ്മൾ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് നീല കളറിൽ കാണിച്ചിരിക്കുന്ന ഈ മാഗ്നറ്റിക് ഫീൽഡ് ബിയും ചുവപ്പ് നിറത്തിൽ ബി ഇൻഡ്യൂസ്ഡ് എന്ന് കാണിച്ചിരിക്കുന്നതും രണ്ടും ഓപ്പോസിറ്റ് ദിശയിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഓപ്പോസിറ്റ് ദിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആദ്യമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഫീൽഡായിട്ടുള്ള ബീനെ എതിർക്കുന്ന തരത്തിലാണ് പുതിയ കറണ്ട് ഒഴുകുന്നത്. അപ്പോൾ ആ ദിശയിലേക്ക് വേണം എന്ത് ചെയ്യാനായിട്ട്, ഏത് ദിശയിൽ ഒഴുകണോ ഈ ഫ്ലക്സിനെ ഒഴിവാക്കാൻ, അങ്ങനത്തെ ദിശയിലായിരിക്കും എന്ത് ചെയ്യുക, ഈ കറണ്ട് ഈ കോയിലിലൂടെ ഒഴുകുന്നത്. ഇത്ര ആണ് ഇതിൻ്റെ കാര്യമായിട്ട് പറയുന്നത്. ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ, കറണ്ട് ഒഴുകുന്ന ദിശ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ കറണ്ടിനെ ഉണ്ടാക്കുന്ന, അതായത് ഈ കോസിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും, എതിർക്കുന്ന ദിശയിലായിരിക്കും. അത് എല്ലാ ചിത്രവും അത് തന്നെയാണ് പറയുന്നത്. എല്ലാ ചിത്രത്തിലും നമ്മൾ മാറ്റുന്ന എന്താണ്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റ് അടുത്ത് കൊണ്ടുവരുന്നതും അകത്തി കൊണ്ടുവന്നും ഒക്കെ മാറ്റുന്നുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ച് ഓരോ ദിശയും ഓരോ ചിത്രത്തിലും മാറി മാറി വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നോർത്ത് പോൾ എന്താ ചെയ്യുന്നത്, നോർത്ത് പോള് ഉത്തര ധ്രുവം നമ്മൾ അകത്തി കൊണ്ടുപോവാണ് ചെയ്യുന്നത്, ഔട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഔട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കറണ്ട് ഉണ്ടാകുന്നത് മുകളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുകളിലേക്ക് വരുമ്പോൾ ഫ്ലക്സ് വലതുവശത്തേക്കാണ് ഇൻഡ്യൂസ്ഡ് ഫ്ലക്സ് വരുന്നത്. അങ്ങനെ ആവുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, ഈ ആദ്യമുള്ള ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ എന്ത് വരുന്നത്, ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് ഫ്ലക്സ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ആ ചേഞ്ച് ഓഫ് ഫ്ലക്സ് എപ്പോഴും എന്തായിരിക്കും, ഇവർ തമ്മിലുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഒരു എതിർപ്പ് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും വരിക. അതാണ് ലെൻസസ് ലോ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് സെൽഫ് ഇൻഡക്ഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരു കോയിലിലൂടെ കറണ്ട് മാഗ്നറ്റിക്, അല്ലെങ്കിൽ ഒരു കോയിലിൽ ബന്ധപ്പെട്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് മാറുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു, ആ കോയിലൊരു EMF ഇൻഡ്യൂസ് ആവും, അല്ലെങ്കിൽ ഒരു കറണ്ട് അതിലൂടെ ഒഴുകും, അതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിൽ. ഇനി അതൊരു ഒരേ കോയിലിൽ തന്നെയാണ് വരുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു കോയിലിന് ഒരു കറണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കോയിൽ ഒരു കാന്തമായിട്ട് ആക്ട് ചെയ്യുന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ കറണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിലും ചെറിയതായിട്ട് വ്യത്യാസം വരും. അപ്പോൾ ആ കാന്തിക മണ്ഡലം ഇരിക്കുന്നത് ഈ ഫ്ലക്സിൽ, ഈ കോയിലിനകത്ത് തന്നെയാണ്, അല്ലെങ്കിൽ ഈ കോയിൽ ഇരിക്കുന്ന ആ കാന്തിക മണ്ഡലത്തിനകത്ത് തന്നെയാണ്. അപ്പോൾ ചെറുതായിട്ട് കറണ്ടിന് എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഫ്ലക്സിനും ചെറിയൊരു മാറ്റം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ മാറ്റം ഉണ്ടാകുന്ന സമയത്ത് ആ കോയിലിൽ തന്നെ വീണ്ടും ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചിട്ട് തന്നെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്നതിന് പറയുന്നതാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന്. അതായത് സ്വന്തം കോയിലിൽ തന്നെ ഒരു വൈദ്യുതി ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുന്നതിനെയാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് ഇൻഡക്ഷനെ സഹായിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ്. കാരണം എന്താ, ഒരേ കോയിലിൽ കറണ്ടിൻ്റെ വ്യത്യാസം കാരണം ആ കോയിലിൽ തന്നെ പുതുതായിട്ടൊരു വൈദ്യുതി ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സെൽഫ് ഇൻഡക്ഷൻ എന്നുള്ളത്. ഇനി സെൽഫ് ഇൻഡക്ഷൻ്റെ കൂടെ നമുക്ക് പറയാനുള്ള ഒരു കാര്യമാണ് ഇൻഡക്റ്റൻസ്. ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിലിൽ, അല്ലെങ്കിൽ ഒരു ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഭാസമാണ്. ഈ പ്രതിഭാസം എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ,
ഒരു കണ്ടക്ടറിലൂടെ അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിൽ വരുന്ന കറണ്ടിൻ്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന, അതായത് കറണ്ടിൽ എന്തെങ്കിലും മാറ്റം, പെട്ടെന്നൊരു മാറ്റം വരുന്നുണ്ടെങ്കിൽ ആ മാറ്റത്തെ എതിർക്കുന്ന ഒരാളാണ്, അതിൻ്റെ ആ അളവിനെയാണ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കറണ്ടിൽ വരുന്ന മാറ്റത്തെ എതിർക്കുന്ന ഇലക്ട്രിക്കൽ കമ്പോണൻറ്റ് ദാറ്റ് ഒപ്പോസസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട്. കറണ്ടിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അതിനെ എതിർക്കുന്ന ഒരു കമ്പോണൻ്റാണ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ കമ്പോണൻ്റാണ് എന്ത് പറഞ്ഞാൽ ഇൻഡക്റ്റൻസ് ആണ്. നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ടിനെ ഒഴുക്കുന്ന, ഫ്ലോ ഓഫ് കറണ്ടിനെതിരെ വരുന്നതാണ് റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച്, കറണ്ടിന് മാറ്റങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുന്നയാളാണ് ഇൻഡക്റ്റൻസ്. ഈ ഇൻഡക്റ്റൻസ് നമ്മളൊരു സർക്യൂട്ടിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇൻഡക്ടർ എന്നുള്ളത്. ഇൻഡക്ടർ മെഷർ ചെയ്യുന്ന, ഇൻഡക്ടർ നമുക്ക് ഓരോ ഇൻഡക്റ്റൻസ് വാല്യൂകളിൽ അവൈലബിൾ ആണ്. ഇൻഡക്റ്റൻസ് വാല്യൂ മെഷർ ചെയ്യുന്നത് ഹെൻറി എന്നുള്ള യൂണിറ്റിലാണ്. ഇനി സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഫോർമുല അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -L. ഇപ്പോൾ L ആണ് ഇൻഡക്റ്റൻസ് എങ്കിൽ -L × di/dt ആയിരിക്കും ഇൻഡ്യൂസ്ഡ് EMF വരിക. അതുപോലെ തന്നെ അതിൽ നിന്ന് സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ L = E/di/dt എന്നുള്ള ഇക്വേഷനും നമുക്ക് രൂപപ്പെടും. അപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ ഇത്രയേ ഉള്ളൂ. ഒരേ കോയിലിൽ തന്നെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിനെയാണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കോയിലിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അതായത് ഒരു കോയിലിൽ വരുന്ന കറണ്ടിൻ്റെ വ്യത്യാസം കൊണ്ട് അതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ മാറ്റം വരും. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുന്ന വേറൊരു കോയിൽ, രണ്ടാമത്തെ കോയിലിൽ അപ്പോൾ എന്തുണ്ടാവും? EMF ഇൻഡ്യൂസ് ചെയ്യും. കാരണം എന്താണ്? കറണ്ടിൽ മാറ്റം വരുമ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡും മാറി മാറി നിന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ആ കോയിൽ, രണ്ടാമത്തെ കോയിൽ ആ ഒരു മാറുന്ന മാഗ്നറ്റിക് ഫീൽഡിലാവുന്ന സമയത്ത് ഈ രണ്ടാമത്തെ കോയിലും ഒരു EMF ഇൻഡ്യൂസ് ആവും. ഇങ്ങനെയുള്ള പ്രതിഭാസത്തെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ 1-2 കോയിലുകളിൽ ഒന്നിലാണ് നമ്മൾ ചേഞ്ചിങ് കറണ്ട് കൊടുക്കുന്നത്. ആ ഒന്നിൽ ചേഞ്ചിങ് കറണ്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് B എന്ന് പറയുന്നത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ ആ മാഗ്നറ്റിക് ഫ്ലക്സ് എവിടെയാണ്? E2 ഈ ഫ്ലക്സിനുള്ളിലാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. കോയിൽ 2 ഈ ഫ്ലക്സിനുള്ളിലാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? കോയിൽ 2 ഒരു EMF ഇൻഡ്യൂസ് ആയിട്ട് അതൊരു കറണ്ട് ഒഴുകാനായിട്ട് സാധിക്കും. നമ്മൾ ഈ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നത് ട്രാൻസ്ഫോമറിലൊക്കെ ഈ പ്രിൻസിപ്പിളാണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കുന്നത്. ഇനി മ്യൂച്വൽ ഇൻഡക്റ്റൻസിന് വേണ്ടി ഈ രണ്ട് കോയിലുകൾക്കിടയിൽ ഒരു ഇൻഡക്റ്റൻസ് വേണം. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അതായത് ഈ രണ്ട് കോയിലിൻ്റെയും തമ്മിലുള്ള ഇൻഡക്റ്റൻസിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് വിളിക്കുക. മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ അളവ് നമുക്ക് പറഞ്ഞു തരുന്നത്, ഇപ്പോൾ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N2∅2/I1. അതായത് ഒന്നാമത്തെ കറണ്ടിൻ്റെ വ്യത്യാസം കൊണ്ട് രണ്ടാമത്തെ കോയിലിൽ ഫ്ലക്സ് വ്യതിയാനം വരുന്നത്. ആ ഒരു കൺസെപ്റ്റിലാണ് N2∅2/I1 എന്നുള്ള ഇക്വേഷൻ പറയുന്നത്. അതുപോലെ തന്നെ തിരിച്ചും N1∅1I2 എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ പറയാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് മ്യൂച്വൽ ഇൻഡക്ഷനും സെൽഫ് ഇൻഡക്ഷനും പ്രവർത്തിക്കുന്നത്. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരേ കോയിലിൽ തന്നെ ഉണ്ടാകുന്ന പ്രതിഭാസം കാരണം EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. രണ്ടാമത്തെ മ്യൂച്വൽ ഇൻഡക്ഷൻസ് പറഞ്ഞാൽ രണ്ട് കോയിലുകൾക്കിടയിലാണ്. അപ്പോൾ എന്താണ്? ഒരു കോയിലിൽ വരുന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റേ കോയിലിൽ, രണ്ടാമത്തെ കോയിലിൽ എന്ത് ചെയ്യും? EMF ഇൻഡ്യൂസ് ആവും. അതിനാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ടും തമ്മിലുള്ള കുറച്ച് സാമ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു സാമ്യങ്ങൾ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. മാഗ്നറ്റിക് മോട്ടീവ് ഫോഴ്സ്, അതുപോലെ തന്നെ ഫ്ലക്സ്, റിലക്റ്റൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇലക്ട്രിക് സർക്യൂട്ടിൽ ഏതൊക്കെ ടോപ്പിക്കുമായിട്ടാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഇതുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ബന്ധപ്പെട്ടിരിക്കുന്നത് മീൻസ് സിമിലർ ആയിട്ട് വരുന്നതെന്നുള്ളത് പറയാനാണ് പോകുന്നത്. അപ്പോൾ മാഗ്നറ്റിക് സർക്യൂട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സിന് നമുക്കൊരു ക്ലോസ്ഡ് പാത്ത് വേണം. മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് മാഗ്നറ്റിക് സർക്യൂട്ടിലെ കറണ്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്ലക്സ് എന്നുള്ളത് മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഒഴുകുന്ന ഒരു സംഗതിയാണ്. ഇലക്ട്രിക് സർക്യൂട്ടിൽ ഒഴുകുന്നത് കറണ്ടാണ്. ഇനി ഫ്ലക്സിൻ്റെ ഈ
ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? MMF ബൈ റിലക്റ്റൻസ് ആണ്. കറണ്ട് ആണെങ്കിലോ EMF ബൈ റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസും റിലക്റ്റൻസും അല്ലേ, അതേപോലെ MMFും EMFും ഇവർ രണ്ടുപേരും ഒരേപോലെ എന്ത് ചെയ്യുന്നവരാണ്? ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പോൾ റിലക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എന്ന ആണ് റിലക്റ്റൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷനായിട്ട് പറയുന്നത് എന്താ? 1/μ0 μr × L/A. ആറിനോ നമ്മൾ പഠിച്ചതാണ് റോ L/A എന്നുള്ളത്. ഇനി MMFും EMFും. MMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫ്ലക്സിനെ ഡ്രൈവ് ചെയ്യുന്ന ആളാണ് MMF. EMF ആണെങ്കിലോ ഇലക്ട്രിക് സർക്യൂട്ടിൽ കറണ്ടിനെ ഡ്രൈവ് ചെയ്യുന്ന ആളാണ് EMF. ഇനി ഫ്ലക്സ് ഡെൻസിറ്റി എന്നുള്ളത്. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയയാണ് ഫ്ലക്സ് ഡെൻസിറ്റി വരുന്നത്. അതേപോലെ തന്നെ ഫ്ലക്സിന് സിമിലർ ആയിട്ടുള്ള ആളാണ് കറണ്ട്. അപ്പോൾ കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ആണ് ഇവിടെ വരേണ്ടത്. അതായത് കറണ്ട് ഡെൻസിറ്റിയാണ് സിമിലർ ക്വാണ്ടിറ്റി ആയിട്ട് വരിക. പിന്നെ MMF ഡ്രോപ്പ് എന്നുള്ളത് 5S എന്നായിട്ട് പറയുന്നുണ്ട്. MMF ഡ്രോപ്പിന് പകരം ഇവിടെ വരുന്നത് വോൾട്ടേജ് ഡ്രോപ്പാണ്. അതിന് IR എന്ന് പറയുന്നുണ്ട്. ഇനി മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞിട്ട് H, അതായത് മാഗ്നറ്റൈസിങ് ഫോഴ്സ് ആയിട്ട് പറയുന്നത് H എന്ന് പറഞ്ഞാൽ അതിന് ഈക്വലായിട്ട് വരുന്ന ആൾ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ഒന്ന് H ആണ്, ഒന്ന് E ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ പെർമിയൻസ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. പെർമിയൻസ് എന്ന് പറഞ്ഞാൽ 1/S ആണ് വരിക. കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1/R ആണ് വരിക. ഇനി പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാലോ, പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/μ ആണ് പെർമിയബിലിറ്റി വരിക. അതിന് ഈക്വലൻ്റ് ആയിട്ട് വരുന്ന ആൾ കണ്ടക്ടിവിറ്റിയാണ്, അതായത് 1/ρ എന്നുള്ള ക്വാണ്ടിറ്റി. അപ്പോൾ ഒരുപാട് സമാനതകളുള്ള ഒരു സർക്യൂട്ടാണ് ഇലക്ട്രിക് സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ടും. ഇവരൊക്കെ ബന്ധപ്പെട്ട് ഇലക്ട്രിക് സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ടും ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരുപാട് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത്. മോട്ടോറുകൾ, ട്രാൻസ്ഫോർമറുകൾ എല്ലാം പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മെഷറിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളും മെഷറിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, എനർജി മീറ്റർ അങ്ങനെ കാണുന്നതൊക്കെ ഇലക്ട്രോണിക്കൊക്കെ ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഇലക്ട്രോണിക് അല്ല എന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് സർക്യൂട്ടും ഇലക്ട്രിക് സർക്യൂട്ടും കൂടി ചേർന്നിട്ടുള്ള, അല്ലെങ്കിൽ അവർ തമ്മിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു സർക്യൂട്ടുകളായിരുന്നു ഇപ്പോൾ കുറച്ചുകൂടെ പഴയതായിട്ട് വരുന്ന ഉപകരണങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ടും ഒരുപോലെ അപ്പുറം ഇപ്പുറം നിന്ന് പ്രവർത്തിക്കുന്ന രണ്ട് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഈ സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്, അതായത് സമാനതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.